Hello friends, welcome back to my channel. This is Akshay. നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അതൊരിക്കലും മലയാളത്തിൽ നല്ല സിനിമകൾ ഉണ്ടാവാത്തതുകൊണ്ടല്ല. ഈ ഒരു കാലയളവിൽ ഒരുപാട് നല്ല സിനിമകൾ റിലീസായിരുന്നു. പക്ഷെ ഒരു കൂട്ടം ആൾക്കാർ ഈ സിനിമയെല്ലാം നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു വർഷം ഇറങ്ങിയ ഒട്ടുമിക്ക എല്ലാ സിനിമകളുടെയും തന്നെ തിയേറ്റർ പ്രിന്റ് നെറ്റിൽ ലഭ്യമാണ്. ജോമോന്റെ സുവിശേഷങ്ങൾ, എസ്ര, മുന്തിരിവള്ളിയെ തളിർക്കുമ്പോൾ, ഗ്രേറ്റ് ഫാദർ, ഇപ്പോൾ ഇതാ സഖാവു, അങ്ങനെ ഒരുപാട് സിനിമകളുടെ തിയേറ്റർ പ്രിന്റ് ഇപ്പം നെറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം പുത്തൻപാണം എന്നുള്ള സിനിമ കാണാൻ പോയപ്പോൾ അവിടെ വെറുതെ മൊബൈലിൽ ഇങ്ങനെ പിടിച്ചിട്ട് സിനിമ ഫുൾ എടുക്കുകയാണ്, റെക്കോർഡ് ചെയ്യാണ് ഫോണിൽ. അപ്പോൾ അടുത്തിരുന്ന ആരോ കണ്ടിട്ട് തിയേറ്ററിലെ ആൾക്കാരോട് പറഞ്ഞു. അവർ വന്ന് അവനെ ഫോണുമായിട്ട് വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. അത് എനിക്ക് എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല. പിന്നെ പയ്യനകത്തേക്ക് വന്നില്ല. ഒരു സിനിമ തിയേറ്ററിൽ കാണുന്ന ആ ഒരു ഫീൽ ഒരിക്കലും നമുക്ക് ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ കണ്ടാൽ കിട്ടില്ല. അതും തിയേറ്റർ പ്രിന്റ് കണ്ടാൽ ഒട്ടും കിട്ടില്ല. എന്താ പറയണ്ട. എന്നിട്ടും ആൾക്കാർ ഇങ്ങനെയുള്ള സിനിമകൾ ഡൗൺലോഡ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സ്ക്രീൻഷോട്ടുകളെല്ലാം ഞങ്ങളൊരു ഗ്രൂപ്പിൽ നിന്ന് എടുത്താണ്. ഇപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ എന്താ പറയണ്ട, അവർക്ക് എന്ത് സുഖം കിട്ടിയിട്ടാണ് ഇങ്ങനെ ഷെയർ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ളതും അല്ലാത്തതുമായ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇതുപോലെ ലിങ്ക്സ് ഷെയർ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പൊളിക്കുമ്പോൾ ഒന്ന് മിന്നിച്ചേക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ലിങ്കുകൾ ഷെയർ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ശരിക്കും അവരെ പോലുള്ളവരാണ് നമ്മുടെ മലയാളം സിനിമയ്ക്ക് ശാപം. വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലോ ഒക്കെ ഇതുപോലെ ലിങ്ക് ഇടുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റിമൂവ് ചെയ്തേക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സൈബർ സെല്ലിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കുക. അപ്പോൾ ഇതിനോടൊക്കെ ഒരു പേടി ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വരാനുള്ള കാരണം വേൾഡ് വൈഡ് റിലീസ് വെക്കുന്നതുകൊണ്ടാണ്. കേരളത്തിൽ മാത്രമോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമാണ് റിലീസ് വെക്കുന്നതെങ്കിൽ ഇത്രയും പെട്ടെന്നൊന്നും സിനിമ നെറ്റിൽ വരില്ല. തമിഴ് സിനിമ ഇൻഡസ്ട്രിക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ് തമിഴ് റോക്കേഴ്സും തമിഴ് എംബി എന്നുള്ള ആ രണ്ട് സൈറ്റുകൾ. പക്ഷെ തമിഴ് പ്രേക്ഷകരും ആ ഒരു സൈറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു സർവേ നടത്തിയായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഓരോ സിനിമയ്ക്കും അല്ലെങ്കിൽ ഓരോ ആക്ടേഴ്സിൻ്റെ സിനിമയ്ക്കും ഓരോ റേറ്റാണ്. ഇപ്പോൾ രജനീകാന്തിൻ്റെയൊക്കെ സിനിമയ്ക്കാണെങ്കിൽ 1000 രൂപ 2000 രൂപ വരെയൊക്കെയാണ് ഒരു ടിക്കറ്റിന് അവർ വാങ്ങുന്നത്. സാധാരണക്കാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു റേറ്റാണ്. അപ്പോൾ അവർ ഇതുപോലെയുള്ള സൈറ്റുകളെ ആകർഷിക്കുന്നതിൽ വലിയ തെറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മുടെ കേരളത്തിൽ ആ ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. കുറേ നാൾ മുമ്പ് വരെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് DVD ആയിരുന്നു. അത് പക്ഷെ ആൾക്കാർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ, അങ്ങനെയുള്ള ആൾക്കാർ അത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം. പക്ഷെ ഇപ്പോഴുള്ളൊരു അവസ്ഥ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഒരു പെൻഡ്രൈവിലോ അല്ലെങ്കിൽ മൊബൈലിൽ സെൻറ്റർ അങ്ങനെയുള്ള സംഭവങ്ങളോട് ഷെയർ ചെയ്ത് പെട്ടെന്ന് അങ്ങ് വ്യാപിക്കുകയാണ് സിനിമ. അപ്പോൾ തീർച്ചയായിട്ടും അത് സിനിമയെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനൊരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. സിനിമ തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കാത്തവർക്ക് 2-3 മാസം കഴിയുമ്പോൾ ഒന്നല്ലെങ്കിൽ അതിന് DVD ഇറങ്ങും അല്ലെങ്കിൽ TV-യിൽ വരും. അപ്പോൾ കണ്ടാൽ പോരെ. അതല്ലാണ്ട് ഇങ്ങനെ തിയേറ്റർ പ്രിന്റ് കണ്ട് എന്ത് സുഖം കിട്ടാനാണ്. നമ്മുടെ മലയാളം സിനിമയിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള വെച്ച് ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമ എന്ന് പറയുന്നത് പുലിമുരുകനാണ്. അത് 30 കോടിയിൽ താഴെയാണ്. പക്ഷെ മറ്റു ഭാഷകളിൽ ഇറങ്ങുന്ന സിനിമകളല്ല. ഇപ്പോൾ തമിഴിലാണെങ്കിലും 200 കോടി 300 കോടി ബഡ്ജറ്റിലൊക്കെ സിനിമകൾ വരുന്നത്. നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു ചെറിയ ഇൻഡസ്ട്രിയാണ്, ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മലയാളം സിനിമയ്ക്ക് ഈ ഒരു അവസ്ഥ വരുന്നത് വളരെ ദാരുണമായിട്ടുള്ളൊരു കാര്യമാണ്. ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയുടെ പ്രിന്റ് ഇറങ്ങിയപ്പോൾ ചെയ്യണമെന്ന് തോന്നിയതാണ് ഇങ്ങനെ ഒരു വീഡിയോ. പക്ഷെ അന്ന് എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വീഡിയോ ഇട്ടാലും അധികം പേര് കാണുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. ഇപ്പോഴും അതിന് മാത്രം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, എന്നാലും ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ചെയ്തത്. ഒരു വർഷത്തിന് ശേഷമാണ് നിവിൻ പോളിയുടെ ഒരു സിനിമ റിലീസാകുന്നത്. അപ്പോൾ ആ ഒരു വർഷം പുള്ളിക്കാരൻ ഇതിനു വേണ്ടി ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. നിവിൻ പോളിയെ സംബന്ധിച്ച് മാത്രമല്ല, ആ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്ത എല്ലാവർക്കും, അതുപോലെ തന്നെ ഇതിനു മുമ്പും ഗ്രേറ്റ് ഫാദർ അങ്ങനെയുള്ള സിനിമകൾക്ക് വേണ്ടി എല്ലാം വർക്ക് ചെയ്ത എല്ലാവർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇനി വരാനിരിക്കുന്ന സിനിമകൾക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. നമുക്ക് അതിന് വേണ്ടിയിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എന്തുകൊണ്ടാണ് നടക്കുന്നത്, ഈ പൈറസി തടയാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയകളോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ #ലൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സ്റ്റോപ്പ് പൈറസി, സേവ് സിനിമ അങ്ങനെ എന്തെങ്കിലും ഒരു # ഇട്ട് എല്ലാവരിലേക്കും ഈ ഒരു സംഭവം എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഈ ഒരു വീഡിയോ ഒരുപാട് പേര് കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക.